നമ്മളിപ്പോൾ പ്രധാനമായിട്ട് ഇതിപ്പോൾ അടച്ചുപൂട്ടാനാണ് തീരുമാനിച്ചേക്കുന്നത്. അത് കഴിഞ്ഞിട്ട് അടുത്ത നടപടികളിൽ ഉള്ളൂ. മേലുദ്യോഗസ്ഥർ പറയുന്ന അനുസരിച്ചിട്ട്. ഇവർ ഒരുപാട് വർഷമൊന്നും ആയില്ല, 1 വർഷത്തിനുള്ളിലേ ആയുള്ളൂ പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ട്. വന്ദേ ഭാരതിലോട്ടാണ് ഇവർ ഫുഡ് സപ്ലൈ. ഇപ്പം നമ്മൾ പരിശോധിച്ചപ്പോൾ ഒരു സ്റ്റിക്കർ ഇത് കണ്ടത്, വന്ദേ ഭാരതിൻ്റെ ഒരു ഇത് കണ്ടത്. ഇതിനകത്തേക്ക് ഭക്ഷണം പാകം ചെയ്യുന്നതായിട്ടാണ്. റെയിൽവേ ക്യാൻറ്റീൻ എന്നാണ് ഇത് അറിയപ്പെടുന്നത്, പറഞ്ഞു കേട്ടിട്ടുള്ളത്. കോൺട്രാക്ട് എടുത്താണ് ചെയ്യുന്നത്. യാതൊന്നും ചെയ്തിട്ടില്ല ഇവർ. അങ്ങനെയുള്ള യാതൊരു നടപടി ഇവർ ചെയ്തിട്ടില്ല. ഇവിടെ ഇങ്ങനെ ഈ ഒരു കെട്ടിടം വാടകയ്ക്ക് എടുത്ത് ഇതിനകത്ത് ഇതിങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം പല പ്രാവശ്യമായി നമ്മളിവിടെ വിസിറ്റ് ചെയ്യുന്നു, ലൈസൻസിൻ്റെ കാര്യങ്ങൾ സംസാരിക്കുന്നു. പക്ഷെ ഇവരുടെ ഭാഗത്തു നിന്നൊരു പോസിറ്റീവായ യാതൊരു സമീപനവും ഇവരുടെ ഭാഗത്തുനിന്നില്ല. ഇല്ല, ലൈസൻസിനൊന്നും അപേക്ഷ പോലും തന്നിട്ടില്ല ഇവർ. തുടങ്ങാൻ അനുമതി ഇവരങ്ങ് ഇപ്പോൾ ഈ ബിൽഡിംഗ് വാടകയ്ക്ക് എടുത്തങ്ങ് തുടങ്ങുവാണ്. നമ്മളുടെ ഒരു അനുമതിയോ ഒന്നും ഇല്ലാതെയാണ് ഇത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ പരാതികൾ എപ്പോഴും വരുന്നു. ഇവർ ഈ വേസ്റ്റ് വെള്ളം മുഴുവൻ തോട്ടിലോട്ടൊക്കെ ഒഴുക്കി ഒരു പ്രാവശ്യം ഫൈൻ അടപ്പിച്ചു ഇവരെ കൊണ്ട്. അതിനുശേഷം ഇവർ മാപ്പപേക്ഷയൊക്കെ തന്നു, ഞങ്ങളിനി ആവർത്തിക്കില്ല, അപ്പോൾ ലൈസൻസ് എടുക്കാനുള്ള നടപടികൾ ഞങ്ങൾ ചെയ്യാമെന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് നമ്മൾ പിന്നെയും ഒരു സാവകാശം കൊടുത്തത്. പക്ഷേ ഇപ്പോൾ ഒരു തരത്തിലും മുന്നോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥയാണ്. ഭക്ഷണത്തിനും പഴക്കമുള്ളതാണ്. ഭക്ഷണം മീറ്റൊക്കെ വെച്ചേക്കുന്ന എക്സ്പയറി ഒക്കെ കഴിഞ്ഞ ഇറച്ചികളും കാര്യങ്ങളൊക്കെയാണ് പാക്കറ്റിൽ ഫുഡ് പിടിച്ചിട്ടുള്ളത്.